മൊഡ്യൂൾ 3യിലെ പ്രോബ്ലംസാണ്. ഫസ്റ്റ് ഈ പ്രോബ്ലം നോക്കുക. ഒരു പ്ലാൻ തന്നിട്ടുണ്ട്. പ്ലാനിൽ 2 ലാമ്പ് ഉണ്ട്, ഒരു ഫാൻ ഉണ്ട്, പിന്നെ ഒരു പവർ സോക്കറ്റ് ഉണ്ട്. ഇങ്ങനെ 2 വര വരച്ച 16 ആമ്പറിൻ്റെ സോക്കറ്റാണ്. ഇത്ര തന്നിട്ടുള്ളൂ. പിന്നെ ഈ പ്ലാൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് നമ്പർ ഓഫ് സബ് സർക്യൂട്ട് കാണണം, ഇൻസ്റ്റലേഷൻ പ്ലാൻ വരയ്ക്കണം, അതായത് സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കണം, സൈസ് ആൻഡ് ലെങ്ത് ഓഫ് ദി വയേഴ്സ് കാണണം, പിന്നെ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ സ്റ്റെപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ കണക്റ്റഡ് ലോഡ് കാണാനാണ്. ടോട്ടൽ കണക്റ്റഡ് ലോഡ് കാണണമെങ്കിൽ ആദ്യം ലൈറ്റ് ലോഡ്സും പവർ ലോഡ് സെപ്പറേറ്റ് കണ്ടിട്ട് അത് സം ചെയ്യണം. അപ്പോൾ ടോട്ടൽ ലൈറ്റ് ലോഡ്സ് എത്ര ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ലൈറ്റ് ലോഡായിട്ട് 2 ലൈറ്റിൻ്റെ ഒരു ഫാൻ ഉണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഒന്നും റേറ്റിംഗ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡാറ്റാ ബുക്കിൽ നിന്ന് എടുക്കാം. അപ്പോൾ ലൈറ്റിന് വരുന്നത് 60 വാട്ടും ഫാനിന് വരുന്നത് 60 വാട്ടാണ്. അപ്പോൾ 2 ലൈറ്റ് ഉള്ളതുകൊണ്ട് 2 × 60 + 1 × 60 നമുക്ക് 180 വാട്ട് ലൈറ്റ് ലോഡ് കിട്ടും. പവർ സബ് സർക്യൂട്ടിനാണെങ്കിൽ ഒരു പവർ സോക്കറ്റേ ഉള്ളൂ. അപ്പോൾ 1 × അതിൻ്റെ റേറ്റിംഗ് ഡാറ്റാ ബുക്കിൽ നിന്ന് 1000 കിട്ടും. അപ്പോൾ 1 × 1000 ചെയ്യുമ്പോൾ 1000 കിട്ടും. അപ്പോൾ ടോട്ടൽ കണക്റ്റഡ് ലോഡ് ഇത്ര കിട്ടും. ഇത് ലെസ് ദാൻ 5000 ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫേസ് സപ്ലൈ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ലെസ് ദാൻ 5000 ആണ്. അപ്പോൾ നമുക്ക് സിംഗിൾ ഫേസ് 240 വോൾട്ട് 50 ഹെർട്സ് AC സപ്ലൈ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് നമ്പർ ഓഫ് സബ് സർക്യൂട്ട് കാണാനാണ്. നമ്പർ ഓഫ് സബ് സർക്യൂട്ട് കാണണമെങ്കിൽ ആദ്യം ലൈറ്റ് സബ് സർക്യൂട്ടിൻ്റെ എത്ര എണ്ണം വേണമെന്ന് നോക്കുക, പിന്നെ പവറിന് എത്ര എണ്ണം നോക്കുക. അപ്പോൾ ആദ്യം ലൈറ്റിന് നോക്കാം. ലൈറ്റിന് എത്ര പോയിൻ്റ് ഉണ്ട്, മീൻസ് ലൈറ്റ് സബ് സർക്യൂട്ടിന് എത്ര പോയിൻ്റ് ഉണ്ടെന്ന് നോക്കുമ്പോൾ 2 ലൈറ്റും ഉണ്ട്, ഒരു ഫാനും ഉണ്ട്. അപ്പോൾ മൊത്തം 3 പോയിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൂളിൽ പഠിച്ചു മാക്സിമം ലൈറ്റ് സബ് സർക്യൂട്ടിൽ 10 പോയിൻ്റ് വരെ പോകാൻ പാടുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ലൈറ്റ് സബ് സർക്യൂട്ട് കാണുമ്പോൾ 3 പോയിൻറ്റ് ഡിവൈഡഡ് ബൈ 10-നുള്ളിലുള്ള ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. നോർമലി 8 എടുത്ത് വരാറ്. അപ്പോൾ 3/8 എടുക്കുമ്പോൾ ഇത്ര കിട്ടും. അപ്രോക്സിമേറ്റ് ചെയ്ത് ഹയസ്റ്റ് വാല്യൂ ആക്കി വെക്കുക. അപ്പോൾ ഇതിന് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ 1 സബ് സർക്യൂട്ട് ഫോർ ലൈറ്റിന്. ഇനി അതേപോലെ ഇതിന് വാട്ടിൻ്റെ ബേസിലും കാണാം. അതായത് ഇപ്പോൾ നമുക്ക് ലൈറ്റ് സബ് സർക്യൂട്ടിൽ കിട്ടിയ വാട്ട് എന്ന് പറയുന്നത് 180 ആണ്. നമുക്ക് മാക്സിമം ലൈറ്റ് സബ് സർക്യൂട്ടിൽ വരാൻ പറ്റുന്ന വാട്ട് എന്ന് പറയുന്നത് 800 ആണ്. റൂളിൽ പഠിച്ചു. ഇങ്ങനെ ചെയ്താലും കിട്ടും. ഇങ്ങനെയാണ് നോർമലി ചെയ്യാറ്. ഇനി പവർ ലോഡിൻ്റെ കാണുമ്പോൾ എത്ര പവർ ലോഡുണ്ട്, ഒരു പവർ സോക്കറ്റ് തന്നെയുള്ളൂ. അപ്പോൾ ഒരു പോയിൻ്റേ ഉള്ളൂ. അതിൻ്റെ വാട്ട് പറയുന്നത് 1000 ആണ്. ഒരു പോയിൻ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ മാക്സിമം 2 പോയിൻ്റ് വരെ പോകാമെന്നാണ്. അപ്പോൾ 1/2 ചെയ്യുമ്പോൾ 0.5 കിട്ടും. അപ്രോക്സിമേറ്റ് കിട്ടും 1. ഇനിയിപ്പോൾ വാട്ടിൻ്റെ ബേസിൽ ചെയ്യുകയാണെങ്കിൽ 1000 ഡിവൈഡഡ് ബൈ മാക്സിമം 2000 വാട്ട് വരെ പോകാമെന്നാണല്ലോ റൂളിൽ പവറിൽ. അപ്പോൾ അതും ചെയ്യുമ്പോൾ 0.5 കിട്ടും. അപ്രോക്സിമേറ്റ്ലി = 1. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. ഇതാണ് കോമൺ ആയിട്ട് എടുക്കാറ്. അത് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് സബ് സർക്യൂട്ട് ഇതിലാണ് ലൈറ്റിൽ 1 കിട്ടി, പവറിൽ 1 കിട്ടി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സബ് സർക്യൂട്ട് 2 എന്ന് എഴുതി. ഇനി വരാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഡിസൈൻ സ്പെസിഫിക്കേഷൻ എഴുതാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കറണ്ട് എത്ര വേണം, ടോട്ടൽ കറണ്ടും ലൈറ്റ് സബ് സർക്യൂട്ടിലെ കറണ്ടും പവർ സബ് സർക്യൂട്ടിലെ കറണ്ടും എത്ര ഉണ്ടെന്ന് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ കറണ്ട് കാണാൻ ഇപ്പോൾ സിംഗിൾ ഫേസ് ആണെങ്കിൽ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. അതിൽ ടോട്ടൽ P പറയുന്നത് മൊത്തം ലൈറ്റ് ലോഡും പവർ ലോഡും കൂടി കൂട്ടി കിട്ടിയ വാട്ടുണ്ടല്ലോ, ആ പവർ ഡിവൈഡഡ് ബൈ V 240 കൊടുത്തു. പിന്നെ cos φ നമ്മൾ 1 എടുക്കണം. നമുക്ക് cos φ 1 എടുക്കാം, 0.8 എടുക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം. ഏതാ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സ്പെസിഫൈ ചെയ്തിട്ട് വേണം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്കൊരു കറണ്ട് കിട്ടും. റൗണ്ട് ചെയ്ത് ഗ്രേറ്റസ്റ്റ് കറണ്ടായിട്ട് എടുക്കാം. എന്നിട്ട് സ്പെസിഫിക്കേഷൻ എഴുതുമ്പോൾ സിംഗിൾ ഫേസ് ആണ്, 240 വോൾട്ടാണ്. പിന്നെ ഇതിനേക്കാളും വലിയ ആംബിയർ വേണം എഴുതാൻ. നോർമലി നമ്മൾ റേഞ്ച് വരുന്നത് കറണ്ടിൻ്റെ റേഞ്ച് വരുന്നത് സിംഗിൾ ഫേസിനാണെങ്കിൽ 5, 10, 32, 16 ഉണ്ട് തോന്നുന്നു ഇടയ്ക്ക്. 5, 10, 16, 32 ആണ്. അപ്പോൾ 5 നമുക്കിവിടെ കിട്ടി. അപ്പം അതിൻ്റെ തൊട്ട് ഗ്രേറ്റർ 10 ആണ്. അത്രയൊന്നും എടുക്കാറില്ല, ഇത്തിരി കൂടി കൂട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ 16 ആംബിയർ കൊടുത്തു. പിന്നെ സിംഗിൾ ഫേസ് ആയതുകൊണ്ട് DPIC ആണ്, SPN ആണ്. ഇതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ തിയറിയിലുണ്ട് കേട്ടോ. പിന്നെ 4 വേ എങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 സബ് സർക്യൂട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ
വേകളില്ലേ, ഡിസ്ട്രിബ്യൂഷൻ പേയുടെ വേകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 4, 6, 8 അങ്ങനെയാണ്. അപ്പോൾ 4 മിനിമം എന്തായാലും എടുക്കേണ്ടി വരും, കാരണം 4 സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 4 വേ തന്നെ നമ്മൾ എടുത്തു. 2 ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിലും 4 വേ എടുത്തു. അതിൽ 2 യൂസ് ചെയ്യാം, 2 സ്പെയർ ആയിട്ടിടാം. ഇത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ സ്പെസിഫിക്കേഷൻ. പിന്നെ മെയിൻ സ്വിച്ചിൻ്റെ സ്പെസിഫിക്കേഷൻ ഇതുമ്പോൾ ഇതിൽ നിന്ന് തന്നെ സെയിം ചെയ്താണ്. പക്ഷേ മെയിൻ സ്വിച്ചിൻ്റെ തിയറിയിൽ പറയുന്നുണ്ട് സിംഗിൾ ഫേസ് ആണെങ്കിൽ 250 വോൾട്ടിൻ്റെ റേറ്റിംഗ് എടുക്കണം എന്ന്. അപ്പോൾ സിംഗിൾ ഫേസ് 250 വോൾട്ട് 16 ആംപിയർ, 16 അല്ലെങ്കിൽ 15 ആംപിയർ DPIC മെയിൻ സ്വിച്ച് എന്ന് എഴുതാം. ഇനി വയറുടെ ലെങ്ത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈറ്റ് സബ് സർക്യൂട്ട് ആണെങ്കിൽ 1.5 മില്ലിമീറ്റർ സ്ക്വയറിൻ്റെ കോപ്പറും, പവർ സബ് സർക്യൂട്ടിന് 1 മില്ലിമീറ്റർ സ്ക്വയറിൻ്റെ കോപ്പറും, പവർ സബ് സർക്യൂട്ടിന് 2.5 മില്ലിമീറ്റർ സ്ക്വയറിൻ്റെ കോപ്പറും ആവശ്യമുണ്ട്. ഇനി വരുന്നത് MCB RCCB ആണ് കേട്ടോ. MCB ഇതിലോട്ടെ. ഓക്കെ ഇതിൻ്റെ റേറ്റിംഗ് വരുമ്പോൾ നമ്മൾ സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ KCB സപ്ലൈ എന്ന് പറയുന്നത് എനർജി മീറ്ററിലേക്ക് കയറി, എനർജി മീറ്ററിൽ നിന്ന് ജസ്റ്റ് ഒരു കട്ട് ഓഫ് ഫ്യൂസിലേക്ക് കയറിയിട്ടാണ് പിന്നെ മെയിൻ സപ്ലൈ ഫ്യൂസ് യൂണിറ്റിലേക്ക് കയറുന്നത്. ഇതാണ് സപ്ലൈ ഫ്യൂസ് യൂണിറ്റ്. അതിൻ്റെ ഉള്ളിലാണ് മെയിൻ സ്വിച്ച് വരിക. അപ്പോൾ നമ്മൾ മെയിൻ സ്വിച്ചിൻ്റെ സ്പെസിഫിക്കേഷൻ എഴുതുമ്പോൾ ഒരു കാര്യം കൂടെ എഴുതണമായിരുന്നു. മെയിൻ സ്വിച്ച് ഏതിൻ്റെ ഉള്ളിലാണ്? SFUവിൻ്റെ ഉള്ളിലായിരിക്കുന്നത്. അപ്പോൾ ഇതെടുത്തതിനെ തൊട്ട് ഗ്രേറ്റർ ആയിട്ടുള്ള ആംപിയർ ഇവിടെ SFUവിന് വേണ്ടിയിട്ട് എഴുതണം. അപ്പോൾ സിംഗിൾ ഫേസ് 250 വോൾട്ട് 15 ആംപിയർ DPIC വിത്ത് 32 ആംപിയറിൻ്റെ SFU യൂണിറ്റ് ഉണ്ടെന്ന് എഴുതണം. അപ്പോൾ ഇതാണ് നമ്മൾ ടോട്ടൽ SFU യൂണിറ്റ്. ആ കിട്ടിയ റേറ്റിംഗ് തന്നെ ഇവിടെ എടുത്ത് എഴുതുക. പിന്നെ ആ മെയിൻ സ്വിച്ചിൽ നിന്ന് പിന്നെ കിടക്കുന്നത് ഈ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വച്ചിരിക്കുന്നതാണ് മൊത്തം നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. അതിൻ്റെ ഉള്ളിലാണ് ആര് വരുന്നത്? RCBO വരുന്നുണ്ട്, പിന്നെ കുറേ MCBs വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇൻകമ്മിങ് ആയിരിക്കുക RCBO. അതാണ് റേറ്റിംഗ് ഇവിടെ എഴുതിക്കുന്നത്. ഇൻകമ്മിങ് നമ്മളെ ഇവിടെ നിന്ന് മെയിൻ സ്വിച്ചിൽ നിന്ന് നേരെ വരുന്നതാണല്ലോ. മെയിൻ സ്വിച്ചിൽ നമ്മൾ 15 എടുത്തപ്പോൾ ഇവിടെ 15, 16 ഒക്കെ ഏകദേശം ചെയ്യുന്നതാണ്. അപ്പോൾ 16 ആംപിയറിൻ്റെ സിംഗിൾ ഫേസ് ആയതുകൊണ്ട് 2 പോൾ RCBO. എത്ര വോൾട്ടാണ്? 240 വോൾട്ടോ 250 വോൾട്ടോ ഇവിടെ എഴുതാം. വിത്ത് 30 മില്ലി ആംപിയർ സെൻസിറ്റിവിറ്റി. ഇത് എപ്പോഴും കോമൺ ആണ്, 3 ഫേസിലായാലും സിംഗിൾ ഫേസിലായാലും കോമൺ ആണ്. പിന്നെ ഔട്ട് ഗോയിങ് നോക്കണമെങ്കിൽ എത്ര MCBs ഓരോത്തേക്ക് പോകുന്നുണ്ടെന്ന് നോക്കണം. ആ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എഴുതി വയ്ക്കുന്നത്. പിന്നെ DBയുടെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് കിട്ടിയത് ഇവിടെ എഴുതി വയ്ക്കാം. ഇനി ഔട്ട് ഗോയിങ് നോക്കുമ്പോൾ നമുക്ക് എത്ര സബ് സർക്യൂട്ടിലുണ്ട്? ലൈറ്റിനൊന്നുണ്ട്, പവറിനൊന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് MCB B ടൈപ്പാണ് നോർമലി റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇതിലൊക്കെ എഴുതുക. അപ്പം നോർമലി എല്ലായിടത്തും B തന്നെയാണ് എടുക്കാറ്. B എടുക്കണമെന്നുണ്ടെങ്കിൽ 6 ആംപിയർ ആണ്, അതെപ്പോഴും കോമൺ ആണ്. അപ്പോൾ എങ്ങനെ എഴുതുക? 6 ആംപിയറിൻ്റെ B കർവുള്ള MCB ഫോർ ലൈറ്റ് സബ് സർക്യൂട്ടിന് 1 വേണം. 6 ആംപിയറിൻ്റെ B കർവുള്ള MCB പവർ സബ് സർക്യൂട്ടിന് 1 വേണമെന്ന് ഔട്ട് ഗോയിങ്ങിൽ എഴുതി വയ്ക്കാം. എന്നിട്ട് ഇത് വരച്ച് വെച്ചാൽ കഴിഞ്ഞു. പിന്നെ ഈ ഓരോ പോകുന്ന ലൈനിന് 1.5 മില്ലിമീറ്റർ 1 മില്ലിമീറ്റർ സ്ക്വയർ. ഇത് ലൈറ്റ് സബ് സർക്യൂട്ടിൽ പോകുന്ന വയറല്ലേ, അപ്പോൾ അത് 1 മില്ലിമീറ്റർ സ്ക്വയറിൻ്റെ കോപ്പറാണ് വേണ്ടത്. ഇത് പവർ സബ് സർക്യൂട്ടിൽ പോകുന്നത്, അപ്പോൾ 2.5 മില്ലിമീറ്റർ സ്ക്വയറിൻ്റെ കോപ്പറാണ് വേണ്ടതെന്ന് എഴുതി വയ്ക്കണം.